ഗൈസ് ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. അപ്പം ഇനി ഇവനെ കാണിക്കാം കേട്ടോ. ഇനി ഞങ്ങളെ ഹോം ടൂർ ഇവൻ പരിചയപ്പെടുത്തും. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. ഇതാണ് ഫസ്റ്റ് ഞങ്ങളെ ബെഡ്റൂം തൊട്ട് തുടങ്ങാം കേട്ടോ. സാധനം ഹോൾ തൊട്ട്, അത് വെറൈറ്റിക്ക് ബെഡ്റൂം തൊട്ട് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഇവിടെ തന്നെ ഒരു അലമാര ഉണ്ട് കേട്ടോ. അലമാര ഇതാണ്ട് ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ കുറേ കുത്തിവരകളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട കണ്ടോ. മേളിൽ കുറേ ആ കളർ ഞമ്മള് പറഞ്ഞു. ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചേ. ഇതാണ് നമ്മുടെ ബെഡ്റൂം കണ്ടോ. ഞാൻ പറഞ്ഞില്ല അലങ്കോലമായിട്ട് ഞങ്ങൾ വെക്കുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇതായിട്ടൊന്നും വെക്കത്തില്ല. സ്കൂള് എന്നോട് നോക്കിക്കാ ഗൈസ്, ഞങ്ങൾ ആയ കമന്റ് ചെയ്ത് പറഞ്ഞായിരുന്നു എന്താ നിളയ നിവേദന, ഞാൻ ഇളയത് നിവേദ്, ഇത് എന്റെ ഏച്ചി ഇപ്പൊ ഞാൻ ഒന്ന് കേറട്ടെ. നീ ഇപ്പുറത്ത് വാ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബെഡ്ഷീറ്റ്. അലങ്കോലായിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോ നിലവണൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇവൻ ചുമ്മാ അങ്ങ് തള്ളിക്കൊണ്ട്. ഹോം ടൂർ അല്ല, ഹോം ടൂർ. അതല്ലേ പറഞ്ഞ ഹോം ടൂർ ചെയ്യാനല്ലേ ഞാൻ ഇത്ര നേരം ക്യാമറ അടിച്ചോണ്ടിരുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഒരു അലമാരി മുമ്പേ കാണിച്ചായിരുന്നല്ലോ. ഹായ് പറയുന്നു ഇവതെ. പിന്നെ ഇവിടെ പൊടി പിടിച്ച ഫാൻ ഉണ്ട്, പക്ഷെ അത് വർക്കൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പിടിച്ചു വെക്കുന്നത്. ഇതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിന് ഒരു കാറ്റും ഇല്ല കേട്ടോ. ചുമ്മാ ഓണാക്കിടാ. ഇവിടെ കുറെ തുണി. ഇവിടുത്തെ പ്രത്യേക ഒരു സ്ഥലമാണ് ആക്രിക്കടയിലോട്ട് ഇനി നമുക്ക് പോവാം. 2 ആക്രിക്കടയുണ്ട് ഇവിടെ. ഒന്നാമത്തെ ആക്രിക്കടയാണ് മനസ്സിലായോ. ഒന്നാമത്തെ ആക്രിക്കടയാണ് ഇത്. ഈ കൊടയും ഇതൊക്കെ തൂക്കിയിടുന്ന സാധനത്തിനകത്ത് ഡ്രസ്സ് തൂക്കിയിടുന്ന ആക്രിക്കട. പിന്നെ ഈ ഒരു ആക്രിക്കട, ഇതാണ് ശരിക്കുള്ള ആക്രിക്കട. അപ്പം ഇവിടെ കുറെ പെൻസിലിന്റെ ഡ്രോയിങ്ങിന്റെ. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഈ സാധനം മൈലാഞ്ചി കേട്ടോ. മൈലാഞ്ചിനകത്ത് ഞാൻ വീഡിയോ എടുക്കാം. ചേച്ചി എല്ലാം കാണിച്ചോ, മൊത്തം കാണിക്കണം. ഇവരാണ് വീഡിയോ എടുക്കുന്നത്, ചിലപ്പോ തെറ്റി പോകും. അതുകൊണ്ടാണ് മൈലാഞ്ചി സെറ്റ്. ഇത് നോക്കണേ ഗൈസ്, എന്റെ പേര് എന്റെ ചേച്ചി നിന്നെ കാണിക്കാം. എനിക്കറിയത്തില്ല. റൂം ഫസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ബെഡൊക്കെ പറിച്ചിട്ടു. എന്റെ കാലും കളഞ്ഞിട്ടുണ്ട്. ആരാ നോക്കൂ ഈ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, താഴെ കിടക്കും. ഞാനാണ് താഴെ കിടക്കാൻ. എനിക്ക് താഴെ കിടക്കാൻ ഇഷ്ടം. അപ്പൊ ആക്രിക്കട അതിന്റെ താഴെ ഇരിക്കുന്നേ ഗൈസ്, നിങ്ങക്ക് കാണുന്നുണ്ടോ ഗൈസ് എന്റെ ബുക്ക്? മാറാവേ വേദേ. അപ്പൊ ഇതാണ് എന്റെ ബുക്ക്. അതൊന്നും കാണിക്കടാ. കാണിക്കണം ഗൈസ്, ഇത് എന്റെ വല്യച്ഛൻ കൊണ്ടുവന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോണേ. ഒരു മിനിറ്റ്, നീ ഒന്ന് വീഡിയോ എടുത്തേ. ഇതിലോട്ട് നോക്കണേ. ഐഷാഡോ എന്താണ്ട് ഇതിലൊക്കെ ഐഷാഡോ പറ്റിയിരിക്കുകയാണ്. ബ്ലാക്ക് കളർ കണ്ടോ. പിന്നെ ലിപ്സ്റ്റിക്കിന്റെ കോലം ക്ലിയർ ആയിട്ട് കാണണം. അത് നീ പിടിച്ചാണ്. ഇത് ഞാൻ ക്ലിയർ ആക്കി കാണിച്ചു തരാവേ. ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലിപ്സ്റ്റിക്കിന്റെ കോലം എന്താണ്ട് ഇത്. പിന്നെ ഐഷാഡോ വലിയ കുഴപ്പമില്ല, ഇതൊക്കെ തീർന്നിരിക്കും കേട്ടോ. കടക്കില്ലേ. പിന്നെ ഇപ്പുറത്തെ ഗിൽട്ടർ. ഇത് ഗിൽട്ടർ ഇല്ലാത്ത എന്ത് ചെയ്യടാ, ഇത് ഗിൽട്ടർ ഇല്ലാത്തത്. ഈ ഗിൽട്ടർ ഉള്ള ഇതിന്റെ കാലം അങ്ങോട്ട് നീക്കാതെ കണ്ടോ. ഇതാണ് ഗിൽട്ടർ ഉള്ളത് കാലം. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. ഹായ്. അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പ് സെറ്റ് കേട്ടോ. അടച്ചു വെക്കും. എന്റെ ഒരു ബുക്ക് എടുത്തോണ്ട് വന്നേ. എന്റെ ബുക്കിന്റെ ഒരു സൂത്രം കാണിച്ചത് എടുത്തോണ്ടോ. എന്റെ ഒരു ബുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോണ്ടോ.
അപ്പൊ ഗൈസ് ഞങ്ങളുടെ അച്ഛൻ ഇന്ന് ഞങ്ങൾക്ക് ഒരു സൂപ്പർ സാധനമൊക്കെ ആണ്. ഇവനും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ചേച്ചിയുടെ ഞാൻ കാണിച്ചു തരാം. എന്റെ ഫോട്ടോ കാണുന്നുണ്ടോ? ഇതായാ ഇതെന്റെ ചേച്ചിയെ കാണുന്നുണ്ട് ഇതുണ്ട് എന്റെ ചേച്ചിയുടെ ഫോട്ടോ. ഇനി ഞാൻ കാണിക്കാം അങ്ങോട്ട്. ഇതാണ് ഗൈസ് എന്റെ ചേച്ചി. ഇതാ എന്റെ ചേച്ചിയോ? ചേച്ചിയുടെ ഫോട്ടോ. ഇവനും ഉണ്ട്. ഇവൻ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടത്. എനിക്ക് ബുക്ക് പൊതിഞ്ഞില്ല. എന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. എന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോ അതും കൂടെ പൊതിയണം. അതിന് ബാക്കിയുള്ള നെയിം സ്ലിപ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവനെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ടുള്ള കേട്ടോ. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ല ആക്രിക്കട ബെഡ്. ഇനി നമുക്ക് വെളിയിലോട്ട് പോകാം. നമുക്ക് വെളിയിലോട്ട് പോകാം. ഇവിടെ ഒരു ബാത്റൂമും കൂടെ ഉണ്ടേ. ബാത്റൂമിൽ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇവിടെ ഇതാണ്, ഇങ്ങനെയാണ് ഡോറ്. ഫാൻ ലൈറ്റും കൊടുത്തിട്ട് ഇൻവേർട്ടർ ആയതുകൊണ്ട് ഇതാണ് നമ്മളിപ്പോ ഇറങ്ങിയ ഇതാണ് നമ്മളിപ്പോ ഇറങ്ങിയത്. പിന്നെ ഇവിടെ കട്ടിലുണ്ട്. ഇവിടെ രണ്ടാമത്തെ ബാത്റൂം അല്ല ബാത്റൂം. അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. നല്ല മഴയാണ് ഗൈസ്. സൂപ്പർ സിറ്റ് മലയാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു നോയ്സ് കുറവൊക്കെ കാണും. നിങ്ങൾ ക്ഷമിക്കാട്ടോ. കണ്ടോ ഫുള്ള് മഴ കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾക്ക് ഒച്ച? ഓല 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 ഇപ്പൊ ഒരു ഓല വീഴാൻ പോവും. കാരണം കണ്ടോ തൂങ്ങിയിരിക്കും. ഈ ഓല കണ്ടോ? ഇത് കണ്ടോ? ഇവിടെ തൂങ്ങി കിടക്കുന്ന ഒരു ഓല. അപ്പം ഇത് പിന്നെ ഇവിടെ ചെടികളൊക്കെയാണ്. മഴ കുറയുന്ന ഒരു ദിവസം ഞാൻ കാര്യം പറയാവേ. ആ ഓലയുടെ അപ്പത്തേക്ക് കാര്യമില്ല. അത് ഊനാൽ കെട്ടിയതാണ്. ഈ ചേച്ചി ഈ എന്റെ ചേച്ചി ക്യാമറ പിടിച്ച് കാണാൻ പറ്റില്ല. ഈ ചേച്ചി ഇപ്പൊ ക്യാമറ പിടിച്ചോണ്ട് ചേച്ചി അവിടെ ആളെ പോയി ഇരുന്നേ ഉള്ളൂ. വീഴ്ച അതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴയൊക്കെ കുറയ്ക്കുമ്പോ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കും. ഇപ്പൊ മഴയാണ്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് അല്ലേടാ. ഇവിടെ പിന്നെ ഒരു 5 വാഹനങ്ങളുണ്ട്. ഒന്ന് താണ്ട് ഈ സ്കൂട്ടർ, ഒന്ന് താണ്ട് ഈ ബൈക്ക്, ഒന്ന് താണ്ട് ആ ബുള്ളറ്റ്, ഒന്ന് താണ്ട് അവിടെ ഒരു സൈക്കിളുണ്ട്. സൈക്കിളൊക്കെ കണ്ടോ? ഒരു സീറ്റ് മാത്രം കാണുന്നുണ്ടോ? കണ്ടോ സീറ്റ് മാത്രം. ഓക്കെ. പിന്നെ പെടലും കാണുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇങ്ങോട്ട് നീക്കിയാൽ ഫുള്ളും കാണാമായിരിക്കും. ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ. ഇപ്പൊ കാണുന്നുണ്ടോ? സൂം ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. ഞാൻ അടുത്ത് പോയി നിൽക്കുന്നൊന്നും അല്ല. മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ കയറട്ടെ. പിന്നെ ഒരു കാറും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. അയ്യോ ആ കാറ് അച്ഛൻ ജോലിക്ക് കൊണ്ടുപോയിരിക്കും. ഇവിടെ ഫുള്ളും തുണിയൊക്കെയാണ്. പിന്നെ ഉണ്ടോ തുണി കഴുകാത്തൊന്നുമല്ല ഗൈസ്. കഴുകിയതൊക്കെ തന്നെ അവിടെ ഉണക്കാനിട്ടിരിക്കുന്നത്. മഴയല്ലേ എങ്ങനെ ഉറങ്ങാനാ? അതെ. ഇവിടെ അങ്ങോട്ട് ഞങ്ങളെ ഒരു വഴിയാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങളെ ഫുള്ളും കൃഷിത്തോട്ടങ്ങൾ ഉണ്ടോ. ഇനി ഇപ്പൊ ഇതിവിടെ നിന്നാണ് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുന്നത്. അവിടെ എൻ്റെ അച്ഛൻ ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വിളക്കൊക്കെയാണ്. മാറടാ. വിളക്ക് ഫുള്ളും കരി പിടിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ വൈകിട്ട് വിളക്ക് എത്തിക്കുമ്പോൾ ഇങ്ങനെ തൂത്തിട്ടാണ് കേട്ടോ എത്തിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പിന്നെ ഫുള്ളും സാധനങ്ങൾ വിളക്കിൻ്റെ കരിയൊക്കെ പറ്റിയിരിക്കുന്നു. ഇവിടെ പിന്നെ സോഫയുണ്ട്. സോഫയിൽ പ്രത്യേകിച്ച് വിരിപ്പൊന്നുമില്ല. ഞങ്ങൾ വിരിപ്പൊക്കെ എടുത്ത് മാറ്റി കഴുകാനായിട്ട് വെച്ചിരിക്കുക. പിന്നെ അവിടെ ചാർജർ പ്ലഗ്. പിന്നെ ഇവിടെ ഒരു ഷോക്കേഴ്സ് ഉണ്ട്. ദൈവത്തിൻ്റെ എല്ലാവരും ഷോക്കേഴ്സ് ഉണ്ട്. എന്നെ കാണിക്കാൻ പക്ഷെ പറ്റുമോന്ന് അറിയത്തില്ല. അയ്യോ കണ്ടോ? അപ്പൊ ഇവിടെ നമ്മുടെ അയ്യപ്പനും പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെന്താണ്? പിന്നെ ഇവിടെ ഒരു മേശപ്പുറം, ഒരു കസേര, ഗ്ലാസ് ഒക്കെ മണ്ടക്കിട്ടാണ്. ഇത് ഞാൻ ചേച്ചി ഹോം ടൂർ ഇങ്ങോട്ടോ നമ്മുടെ ട്രോഫി ഒക്കെ കാണിച്ചു കൊടുക്കണം. എന്തുണ്ടോ ഞങ്ങളുടെ ട്രോഫി? ഞങ്ങൾ മേലെ പോയി കാണിച്ചാൽ ഞാൻ മേലെ പോയി ചിലപ്പോ ഇത് പൊട്ടും. ഞാൻ കയറി അതുകൊണ്ടാണ്.
ഞാൻ ചെയ്ത് കാണിച്ചു തരാന്ന് ഗൈസ് ഇതായിരുന്നു ഇത് ചേച്ചിയുടെ കാണിക്കണ്ട, അതൊന്ന് എല്ലാം കൂടെ കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മുടെ കുഞ്ഞു കൃഷ്ണനുണ്ട്. കുഞ്ഞു കൃഷ്ണല്ല, വലിയ കൃഷ്ണൻ. അവിടെ ഞാനിരിപ്പുണ്ട്. ഹായ് ഞാനേ. ഹായ് ഞാനേ. ഹായ് ഹായ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഹായ് ഞാനേ. കണ്ടോ കണ്ടോ, അത് ഞാനാണ് ആ കുഞ്ഞത്. കണ്ട് ഈ ഒരു സാധനത്തിന്റെ പുറകിൽ ആണ്. പിന്നെ ഇവിടെ എൻ്റെ 3 വെല്ലിച്ചന്മാർ. ഈ പത്രമൊക്കെ കുത്തിയേ. ഇത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മയുടെ ഫോട്ടോ. ഇതെൻ്റെ രണ്ടാമത്തെ വെല്ലിച്ചൻ്റെ ഭാര്യയുടെ ഫോട്ടോ. പിന്നെ മൂത്ത വെല്ലിച്ചൻ്റെ ദേഹത്ത് മാറ്റി. മൂന്ന് പേരെ ഇങ്ങനെ അടുക്കി വെച്ചത്. അതാണ് മൂന്നാമത്തെ. പിന്നെ ഏറ്റവും മൂത്തത് ഇത്, രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ. ഓക്കെ, അപ്പൊ ഇവിടെ പിന്നെ ഒരു റൂമുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കില്ലേ, ഇവിടെ മൊത്തം അയയാണ്. എല്ലാ സ്ഥലത്തും അയയാണ്. വേണം ഞാൻ കാണിച്ചത്. ഇവിടെയാണ് ഇവിടെ ആരും നടക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒരു വേഷവറമുണ്ട്, കുറെ കീർത്തന പുസ്തകങ്ങൾ, പിന്നെ ഇവിടെ തുണിയൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഏതാണ് റൂം? ഇവിടെ അല്ലേ. പിന്നെ ഒരു മിനിറ്റ്, ഇവിടെ ഒരു TV സ്റ്റാൻഡും കൂടെ ഉണ്ട്. ഇവിടെ ബുക്ക്, പിന്നെ കുറെ കൊതുക് തിരി. ഇതാണ് ഞങ്ങളുടെ TV കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ TV. നീ പിടിക്കണം. ആ റൂമിലുണ്ട് കലാകാരൻ ഞങ്ങൾ കാണിച്ചായ ഇതുണ്ടോണേ. ഇവിടെ ഇത് കണ്ടോ. ഇതാണ് ഞങ്ങൾ ശരിക്കും കമ്പനി പെട്ട. ഇപ്പൊ എന്റെ രണ്ടാമത്തെ വാച്ച് അച്ഛന്റെ ഇങ്ങോട്ട് കാണിക്കണ. എന്റെ അച്ഛന്റെ വേന, സോപ്പ്, ബുഷ്, തൊപ്പി. പിന്നെ ഇതെന്ത് തൊപ്പിയാണ് ചേച്ചി? അല്ല ഗായ്സ്, അല്ല ഗായ്സ് ഗായ്സ്, ഇത് ഈ തൊപ്പിയില്ലേ എന്റെ ഇപ്പൊ ഇന്ന് രാവിലെ ചേച്ചിക്ക് ട്യൂഷൻ ഉണ്ടായില്ലേ. അപ്പം ചേച്ചിക്ക് അപ്പളല്ലേ ഇപ്പൊ എന്താ ചേച്ചി? ഞാനാണ് ഈ തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് പോയി. എനിക്ക് കണ്ണ് കാണാൻ മേല. ഇങ്ങനെ ഞാൻ ഇരിക്കുക. അപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ദേഷ്യം ഭയങ്കര ചിരിയെ. ഇങ്ങനെ അപ്പൊ നിങ്ങൾ ഇതിനെ പൊക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി വെക്കുമ്പോ ആണെങ്കിൽ ഇവിടെ മൊത്തം മഴ തന്നെ. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു. ഒരു കുന്തം കാണുന്നില്ല. ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിക്കണം, വെച്ച് കാണിക്കാം. മാറിക്കട്ടെ. ഗൈസ്, ഇപ്പം ഈ റൂമ് നല്ല വൃത്തിയുണ്ട് റൂം ഗൈസ്. ഇവിടെ ആരും കിടക്കുന്നില്ല. ഇവിടെ ആരും കിടക്കുന്നില്ല. ഞങ്ങളെ കിടത്താനായിട്ടുള്ള അച്ഛനും അമ്മയും പ്ലാനാണ്, പക്ഷെ ഇതുവരെ നടക്കുന്നില്ല. അല്ല, ഞങ്ങളെ വെല്ലിച്ചമായി വരുമ്പോഴില്ലേ ഇവിടെ കിടക്കും. അപ്പൊ അവര് നമ്മൾ മുമ്പേ ഞങ്ങളുടെ വെല്ലിച്ചമ്മ, മൂത്ത വെല്ലിച്ചമ്മ ഇട്ടില്ല. ഇതണ്ടാ, ഞാൻ ക്യാമറ വിളിച്ചോണ്ടിരിക്കും. ഞാനിവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. ഇവിടെ 2 ഇതുണ്ട് കേട്ടോ. 2 അച്ഛന്റെ അങ്ങോട്ട് വെക്കടാ. ഇവിടെ 2 അച്ഛന്റെ സാധനങ്ങൾ. അതൊന്നും കാണിക്കാൻ. അതിനകത്ത് മറ്റേ പിന്നെ ഇത് പിന്നെ കാണിക്കാൻ പറ്റില്ല. ഇത് ഷോളാണ്. പിന്നെ ഒരു നിക്കറുണ്ട് നിവേദിന്റെ. അതിന്റെ നിക്കറാണ്, ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഒരു സാധനം ഇങ്ങോട്ട് വേറൊരു ആക്രി കട. അതെ, ഇത് അച്ഛന്റെ ആക്രി കടയാണ്. ഞങ്ങളുടെ ആക്രി കടയല്ലേ. ഇവിടെ 2 തോർത്ത് വിരിച്ചിട്ടുണ്ട്. അത് അച്ഛന്റെ, ഒരെണ്ണം എന്റെയും ഒരെണ്ണം അച്ഛന്റെ. എല്ലാ ആക്രികളും കൂടെ ഇങ്ങോട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അലക്കാനുള്ള തുണിയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റൂളുണ്ട്. മെയിൻ സാധനം ഇവിടെ തോളയുണ്ട്. അതേ കൂടെ പാത്രയൊക്കെ അപ്പൊ ഉണ്ടല്ലോ, ഇതാണ് നിവേദനൻ്റെത്, ഇതാണ് എന്റേത്. എന്റെ ഇതിനകത്ത് തുളയൊക്കെ ഉണ്ട് കുറെ. ഇവിടെ ഒരു വലിയ അമ്മന്റെ തുളയുണ്ട്. ഇതിനകത്തുള്ള ഇലയൊക്കെ കയറി പോയി തിന്നിട്ട് പോകും. അപ്പൊ ഇത് 2 കൂടെ ഒരു വലയുണ്ട്, പക്ഷെ അതിപ്പം കീറിപ്പോയി. എനിക്ക് കൈ വേദന ഞാൻ നിവർത്തി ഒന്ന് വെക്കുവാണ്. നിവർത്തി വെക്കും, ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല.
ഓക്കെ ഇനി ഇവൻ രണ്ട് അലമാരി അതൊക്കെ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. രണ്ട് അലമാരി. ഇതിന്റെ പേരാണ് തടി അലമാരി, ഇതിന്റെ പേരാണ് അലമാരി. ഞാൻ ഇതിന് അലമാരി എന്നാണ് വിളിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളൊരു പേര് കമന്റ് ചെയ്യാൻ, ഞങ്ങൾ അത് ഇടാം കേട്ടോ. ഇത് പിന്നെ തടി അലമാരി, തടി കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ ബാത്റൂം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അടിച്ചു നോക്കിയാൽ ബൈ. അപ്ലു അപ്പോഴും